സഭാ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അന്തരിച്ച മുൻ MLA-മാർക്ക് ചരമോപചാരം അർപ്പിക്കുകയാണ് ഇപ്പോൾ. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം പോലീസ് മർദ്ദനത്തിനിരയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITU ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം എന്നും നിലകൊണ്ടു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിൽ KK നാരായണൻ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. കണ്ണൂർ AKG സ്മാരക സഹകരണ ആശുപത്രി പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം മികച്ച സഹകാരിയാണെന്ന് തെളിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ജില്ലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹം പ്രാദേശിക ചരിത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലും ആഴത്തിൽ അറിവുള്ള വ്യക്തിയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമായി നിലകൊണ്ട ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. KK നാരായണൻ്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുജീവിതത്തിനും ജനാധിപത്യ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും തീരാ നഷ്ടമാണ്. ശ്രീ PM മാത്യു കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കടുത്തുരുത്തി മുൻ MLA-യുമായിരുന്ന PM മാത്യു 2025 ഡിസംബർ 30 അന്തരിച്ചു. 1991-96 വരെ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു. കടുത്തുരുത്തി അരുണാശ്ശേരിയിൽ PJ മാത്യു ത്രേസ്യാമ ദമ്പതികളുടെ മകനായി 1950 സെപ്റ്റംബർ 30 ജനനം. കടുത്തുരുത്തി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ പതിറ്റാണ്ടുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് PM മാത്യു തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. KSC സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബിരുദ പഠനത്തിന് ശേഷം നിയമപഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനകീയ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടിരുന്നു. 1991 കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 93 പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് TM ജേക്കബ് വിഭാഗത്തോടൊപ്പം ചേർന്ന അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ പ്രഥമ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കർഷകരുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. കേരളത്തിലെ സഹകരണ വികസന മേഖലകളിൽ PM മാത്യുവിൻ്റെ പങ്ക് നിസ്തൂലമാണ്. ഒഡെപെക് ചെയർമാനായും KSFE വൈസ് ചെയർമാനായും അദ്ദേഹം സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ചു. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ചെയർമാൻ, റബ്ബർ മാർക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളും അദ്ദേഹം പ്രവർത്തിച്ചു. കൂടാതെ അദ്ദേഹം കേരള സർവകലാശാല സെനറ്റ് അംഗമായും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2025 രൂപീകരിച്ച നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നു. സത്യസന്ധതയും ലളിത ജീവിതവും മുഖമുദ്രയാക്കിയിരുന്ന PM മാത്യു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സൗഹൃദം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകൾക്ക് വലിയൊരു നഷ്ടമാണ്. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് 2026 ജനുവരി 6 അന്തരിച്ചു. 1952 മെയ് 20 എറണാകുളം ജില്ലയിലെ ആലുവ കൊങ്ങോർപിള്ളിയിൽ സഭയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്തെ, ഇന്ന് പ്രതിപക്ഷം എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയാണുള്ളത്? പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം എങ്ങനെയാവും? ക്രിസ്റ്റീന, പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭയ്ക്കകത്ത് ഏറ്റവും ശക്തമായി ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ്. രാവിലെ 8:30 ചേർന്ന UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇതാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് നന്ദിപ്രമേയ ചർച്ചയാണെങ്കിലും നന്ദിപ്രമേയ ചർച്ചയോട് സഹകരിക്കില്ല, മറിച്ച് ശൂന്യവേള, ഇന്ന് ചോദ്യോത്തരവേളയില്ല. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ചോദ്യോത്തരവേള ഇന്നും നാളെയും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശൂന്യവേളയിലൂടെയാണ് ഇന്ന് സഭ തുടങ്ങുന്നത്. അപ്പോൾ ശൂന്യവേളയുടെ തുടക്കത്തിൽ തന്നെ ശൂന്യവേളയുടെ തുടക്കത്തിൽ തന്നെ ശൂന്യവേള സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന. അതിനുവേണ്ടിയുള്ള പ്ലക്കാർഡുകൾ, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട്, അതിൻ്റെ അനതാരികൾ ഒക്കെ ആയിട്ട് വലിയ പ്രതിഷേധം, സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം എന്നറിയാൻ കഴിയുന്നു. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തോട് സഹകരിക്കാനിടയില്ല. സ്വർണ്ണക്കൊള്ള സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഇപ്പോൾ അന്തരിച്ച മുൻ MLA-മാർക്കുള്ള ചരമോപചാരം സഭ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബു ബാലുശ്ശേരി, PM മാത്യു, MR രഘുചന്ദ്രപാൽ, KK നാരായണൻ, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്ക് ഇതിനോടകം സഭ ചരമോപചാരം അർപ്പിച്ചു. തുടർന്ന് വരുന്ന ശൂന്യവേള തുടങ്ങുമ്പോൾ തന്നെ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയുള്ള പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം പ്ലാൻ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ കടകംപള്ളി സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലടക്കം എന്ന് പറഞ്ഞാൽ പോറ്റിയെ വീട്ടിൽ പോയി കണ്ടു എന്ന സമ്മതം അടക്കമുള്ള കാര്യങ്ങൾ, ഏറ്റവും അപ്ഡേറ്റഡ് കാര്യങ്ങൾ സഭയിലേക്ക് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള ഈ പറഞ്ഞ എത്തിക്സ് കമ്മിറ്റി നീക്കവുമായി ഇപ്പുറത്ത് ഭരണപക്ഷത്തിൻ്റെ കയ്യിലും ആയുധമുണ്ട്. ആയുധങ്ങൾ തമ്മിൽ സഭയിൽ ഏറ്റുമുട്ടും. കാര്യം, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്ന് പറഞ്ഞാൽ പരമാവധി 100 ദിവസം പോലും ഇല്ല എന്ന് ഉറപ്പായും പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വീറും വാശിയും ഉറപ്പായും സഭയിൽ പ്രകടമാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയം പ്രതിപക്ഷം അതിനോട് സഹകരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. സ്വർണ്ണക്കൊള്ള
ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ഈ പറയുന്ന രീതിയിൽ പ്രധാന ആയുധമാക്കാനാണ് തീരുമാനം. ആർഷി തുടർന്ന് ശ്രീത്ത്, ശൂന്യവേള തുടങ്ങുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം തുടങ്ങാനാണോ പരിപാടി? ശൂന്യവേളയുടെ തുടക്കത്തിൽ ഇപ്പോൾ അന്തരിച്ച മുൻ MLA-മാർക്ക് ചരമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ് നിയമസഭയിൽ നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിക്കും. അതിനുശേഷമാണ് സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷം നടത്തുക. വലിയ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയുള്ള പ്രതിഷേധത്തിനാണ് UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭ തുടക്കത്തിൽ തന്നെ പ്രക്ഷുബ്ധമാകാൻ സാധ്യത. പുറത്തേക്ക് പ്രകടനമായി എത്തി സഭ സമീപിച്ച ശേഷം പുറത്തെ സഭാ കവാടത്തിലേക്ക് പ്രകടനമായി എത്താനുള്ള തീരുമാനവും പ്രതിപക്ഷം എടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും ശക്തമായി സഭാതലത്തിൽ ഉന്നയിക്കുക എന്ന തീരുമാനമാണ് ഉള്ളത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇതിന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ പോയി അടക്കമുള്ള കാര്യങ്ങൾ സമ്മതം നടത്തിയിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട പല വിവരങ്ങൾ യഥാർത്ഥ സ്വർണ്ണപ്പാളി കാണാനേ ഇല്ല, അത് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ശാസ്ത്രീയ പരിശോധന ഫലത്തിലും മറ്റും അത്തരം തെളിവുകൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ കേരളം ഏറ്റവും സ്വർണ്ണക്കൊള്ള ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ ഒന്ന് ഇടക്കാല ഉത്തരവിൽ നേരത്തെ സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത് പോലെ ഈ ദ്വാരപാലക പാളികളിൽ നിന്ന് സ്വർണ്ണം വിളക്കി എന്നതിനപ്പുറം ഇത് അപ്പാടെ കടത്തിയോ എന്ന കോടതിയുടെ സംശയം ഏതാണ്ട് സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടങ്ങുകയാണ്. നേരത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയാണ് സ്വർണ്ണക്കൊള്ളയിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്ലക്കാർഡുകൾ തയ്യാറായിക്കൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് എത്തിയത്. അതിനുശേഷമായിരുന്നു ശൂന്യവേളയിലെ ചരമോപചാരം തുടങ്ങിയത്. അത് ഏതാണ്ട് പൂർത്തിയാവുമെന്ന് തോന്നുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ആദ്യ ദിവസം തന്നെ സഭയിൽ ഇപ്പോൾ നയപ്രഖ്യാപനം കഴിഞ്ഞുള്ള നന്ദി പ്രമേയത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉയർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏറ്റവും കൂടുതൽ പറഞ്ഞതുപോലെ ദ്വാരപാലക പാളികൾ അപ്പാടെ മാറ്റിയോ എന്ന സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേയധികം ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. എവിടെയാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്ത് എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുന്നു. SIT-യെ പറ്റി ഉറപ്പായും പ്രതിപക്ഷത്തിന് ഈ സമയത്ത് ചില വിമർശനങ്ങളുണ്ട്. ഒപ്പം A. പത്മകുമാർ അടക്കമുള്ളവർ ജയിലിൽ കിടക്കുന്നു. CPM ഏതെങ്കിലും തരത്തിൽ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു പ്രതിപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.